സാർ, എമ്പുരാന്റെ വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഒരു കത്തിക്കൽ തുടങ്ങിയിരിക്കുകയാണ്. എമ്പുരാനിൽ ഗുജറാത്ത് കലാപമാണെങ്കിൽ നരിവേട്ടയിൽ മുത്തങ്ങ സമരവും ചെങ്ങറ സമരവും ഒക്കെയാണ്. നരിവേട്ട കത്തിക്കാൻ വേടനുമുണ്ട്. ഇതൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ സമയം കൂടിയാണ്. കാരണം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പും വരികയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന വിഭാഗം ഗോത്ര വിഭാഗങ്ങൾ തന്നെ, സംശയമൊന്നുമില്ല. കാരണം അവർ വോട്ട് ബാങ്കായിട്ട് മാറിയിട്ടില്ല. ഏറ്റവും കുറഞ്ഞ ശതമാനത്തിൽ മാത്രമേ നമ്മുടെ ജനസംഖ്യയിൽ അവരുടെ സ്ഥാനം അവർ ഉറപ്പിച്ചിട്ടുള്ളൂ, അവരുടെ ഒരു മുദ്ര പതിഞ്ഞിട്ടുള്ളൂ, പദമുദ്ര പതിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ആൾക്കാർ അവഗണിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മധു എന്ന് പറയുന്ന ആൾ, ആദിവാസി അരി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുക. അതുപോലെ തന്നെ വിശ്വനാഥൻ എന്ന് പറയുന്ന ആൾ കള്ളനാണെന്നുള്ള മട്ടിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കറുപ്പ് അവിടെ കള്ളനായി വന്നു. ആ കളർ കണ്ടപ്പോൾ, അവരുടെ വസ്ത്രവിധാനത്തിലെ പരിഷ്കാരമില്ലായ്മ കണ്ടപ്പോൾ സംശയത്തോടു കൂടി നോക്കി സ്വയം കയറിൽ തൂങ്ങി മരിച്ചു. അത് എന്ന് ആദ്യത്തെ കുഞ്ഞു പിറന്ന ദിവസം തന്നെ മരിക്കേണ്ടി വന്നു. അത്ര അവഹേളിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടലുമൊന്നുമല്ല, അവരോടുള്ള പൊതുസമൂഹത്തിൻ്റെ വേഷവിധാനങ്ങളുടെയും അതുപോലുള്ള പകിട്ടുകളിലും അഭിരമിക്കുന്ന ആധുനിക നൂതന ലോകത്തിൻ്റെ, പരിഷ്കൃത ലോകത്തിൻ്റെ പരിഹാസം അത് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഗോത്രവിഭാഗം അല്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ, അവൾ ആണജാതിക്കാരി ആയതുകൊണ്ടും അവളുടെ നിറം കറുപ്പായതുകൊണ്ടും അവൾ മോഷ്ടാവാണ് എന്നങ്ങ് വിധിക്കുകയാണ് വീട്ടുടമസ്ഥരും അതുപോലെ പോലീസുകാരും ആഭ്യന്തര വകുപ്പ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വെള്ളം കുടിക്കാൻ വെള്ളം വേണമെന്ന് പറയുന്ന പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഫണ്ട് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ചോദിച്ചപ്പോൾ വേണമെങ്കിൽ മൂത്രപ്പുരയിൽ കുടിക്കാൻ പറ്റും. ആഹാരം കൊടുക്കാതെ, ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ, മൊബൈൽ ഫോൺ സ്വന്തം വീട്ടിലേക്ക് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെ അത്ര നീചമായിട്ടും മോശമായിട്ടും ഒക്കെ പെരുമാറിക്കൊണ്ട് അവരെ അപമാനിച്ചു. ചെയ്യാത്ത ഒരു കുറ്റം. എന്നിട്ടും അവസാനം എന്തായി? മാല വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തില്ലേ? ആ ബിന്ദു നെഞ്ചു പൊള്ളിക്കുന്ന അനുഭവങ്ങളാണ് ആ വിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവരെക്കുറിച്ചുള്ള ഏതെങ്കിലും ചിത്രങ്ങൾ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ചിത്രങ്ങൾ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ്. TV ചന്ദ്രൻ പണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞൊരു സിനിമ എടുക്കുകയുണ്ടായി. പക്ഷേ ഇവിടെയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അതെ, നരിവേട്ടയുടെ ടാഗ് ലൈൻ തന്നെ ഇങ്ങനെയാണ്, മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്നാണ് ടാഗ് ലൈൻ തന്നെ അവർ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ടോവിനോ ആണ് ഇതിന്റെ പ്രധാന നായകൻ, അനുരാജ് മനോഹറാണ് ഇതിന്റെ സംവിധാനം. അത് മാത്രമല്ല എബിൻ ജോസ് ആണ് ഇതിന്റെ തിരക്കഥാകൃത്ത്. എബിൻ ജോസിന് ഒരിക്കൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നേടിയിട്ടുണ്ട്. അപ്പം ഇതിൽ വന്നിരിക്കുന്ന മുത്തങ്ങ സമരമാണ്. മുത്തങ്ങ സമരവും ഈ ചെങ്ങറ സമരവും ഒക്കെ ഭൂമികൾക്ക് വേണ്ടിയിട്ട് ആദിവാസികൾ നടത്തിയിരുന്ന പോരാട്ടം. മുത്തങ്ങ സമരത്തിൽ പ്രധാനമായിട്ട് വന്ന് നമുക്കൊക്കെ അറിയാം, പോലീസുകാരുടെ ഒരു നരവേട്ട തന്നെയായിരുന്നു അതിലുള്ള. അപ്പൊ ഈ ഒരു നരിവേട്ടയില് വേടൻ ഇപ്പോൾ കത്തിച്ചിരിക്കുന്ന വരികളാണ് മില്യൺസ് ആൾക്കാരാണ് കണ്ടിരിക്കുന്നത്. ഞാൻ ആ വരികളൊന്ന് നോട്ട് ചെയ്യാം. കാട്ടുമരത്തിന്റെ മനം മുറിഞ്ഞേ, കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞേ, യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ, വനമകൾ ഒരുത്തി നിന്റെ മാറ് തുളഞ്ഞല്ലോ, മനവും തകർന്ന് പെരുങ്കാട് കരഞ്ഞല്ലോ, മലയിൽ ഉരുവെടുക്കും അരുവിരളം നിറഞ്ഞു, അറുകം പുൽ കരഞ്ഞല്ലോ, പൂങ്കാവനത്തിലോ പോര് അത് കാണാൻ കൊതിച്ചോരെല്ലാം ആര്, ഇന്ന് ചത്ത് നീതിക്കൊപ്പം നേര്, കുരുതിക്ക് കൂട്ട് നിന്നവരാര്. ലാസ്റ്റ് ലൈൻ, കുരുതിക്ക് കൂട്ട് നിന്നവർ ആര്. നമുക്കറിയാവുന്നതുപോലെ അന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, അന്ന് AK ആന്റണിയുടെ ഗവൺമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മുത്തങ്ങ സമരം CK ജാനു നയിച്ചത്. അതെ, CK ജാനുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രധാന കഥാപാത്രമായി വരുന്ന നായികയ്ക്കും CK ജാനുവിന്റെ അതേ വേഷപ്പകർച്ചകൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞ ഇട്ടൊരു താങ്ങ് തന്നെയാണ് കൊടുക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി ഇനി ആ ഒരു പാർട്ടി പറയാൻ വരത്തില്ല. അതെ, CK ജാനു അവസാനം പോയത്, CK ജാനു അതുപോലെ ഗീതാനന്ദനും ചേർന്നാണ് ഇത് നയിച്ചത്. ഗീതാനന്ദൻ പിരിഞ്ഞുപോയി. CK ജാനു അവസാനം വന്നു ചേർന്നത് BJPയിലാണ്. BJPയിൽ ചേർന്നു. പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അവർ മാഞ്ഞു. അവരെ ഇപ്പോൾ ആരും ശ്രദ്ധിക്കാതെ ഒരു വലിയ ജനകീയ സമരം, ഭൂസമരം അതിൻ്റെ മുന്നേറ്റം കുറിച്ച ആ സ്ത്രീയെ നമ്മൾ മറന്നു. ആ ഓർമ്മയും ഉണ്ടായിരിക്കണം. ഈ CK ജാനു ഞാൻ നിങ്ങളുടെ സംവാദത്തിൽ തൊട്ടടുത്തിരുന്ന് ചോദിച്ചതാണ്. തൊട്ടടുത്തിരുന്ന് ഇതിനെക്കുറിച്ച് അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ, മുത്തങ്ങ സമരം അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ ഗീതാനന്ദനും CK ജാനുവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ദൂരദർശൻ ചർച്ചകൾക്ക് വരുമായിരുന്നു. അന്ന് അടുത്ത് തന്നെ ഇരുന്നുകൊണ്ട്, ഞങ്ങൾ പാനലായിട്ടാണ് ഇരിക്കുന്നത്, ആ പാനലിൽ അടുത്തുകൊണ്ട് തന്നെ ഇരുന്നപ്പോൾ മുത്തങ്ങ സമരത്തിൻ്റെ കാര്യം ചർച്ചാ വിഷയമായ മണ്ണിന് വേണ്ടിയുള്ള സമരമാണല്ലോ. അവിടെ വെച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ഭൂമി കിട്ടിയാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് വന്ന് നല്ല തൊഴിലിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ പരിഷ്കൃത ലോകത്തിൻ്റെ ഭാഗമായി എന്തിന് ഞങ്ങളാവണം? ഞങ്ങളുടെ ഈ
സത്യസന്ധത എന്തിനു വെടിയണം, കപട ലോകത്തിലേക്ക് ഞങ്ങൾ എന്തിനാണ് വരേണ്ടത്? അതെ അതെ. അതേസമയം ഞങ്ങൾ ഈ ചോദിക്കുന്ന മുത്തങ്ങയിലെ മണ്ണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട വനവാസികളുടെ മണ്ണ്, ഗിരിജനങ്ങളുടെ മണ്ണ് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ കേരളത്തെ കാർഷികമായി സ്വയം പര്യാപ്തമാക്കാം. ഇന്ന് നമ്മൾ ചെന്നൈയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമൊക്കെ കർണാടകത്തിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭവങ്ങളും ഞങ്ങളിവിടെ ഉണ്ടാക്കാം. അതെ, അന്നത്തെ ന്യൂസുകളിലും അവരങ്ങനെ അത്തരത്തിൽ ഒരു പരാമർശം നടത്തി. അതിൽ 1-2 വ്യക്തികൾ പറഞ്ഞിരുന്നതാണ് ഈ മുത്തങ്ങയിൽ നിന്ന് അവരെ ഇടയ്ക്ക് മാറ്റിയിരുന്നല്ലോ. പിന്നീട് അവർ ഈ വനഭൂമി കയ്യേറി വന്ന് കുടിലൊക്കെ കെട്ടി താമസിച്ചിരുന്ന 1 വർഷക്കാലം ഉണ്ടായിരുന്നു. 1 വർഷത്തിന് ശേഷമാണ് ഈ ഒരു പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ പറയുന്ന ആ 1 വർഷം ഞങ്ങൾ വളരെ പല വിഭാഗങ്ങളിലുള്ള ഇപ്പോൾ ആദിവാസികളിൽ തന്നെ പല വിഭാഗം, അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ചാണ് അവർ മുത്തങ്ങയിൽ എത്തുകയും പിന്നീട് അവർ കൃഷി ചെയ്യുകയും അതേപോലെ തന്നെ ഒരു വിഭാഗം ആൾക്കാർ എന്ന് വെച്ചാൽ ഒരുമിച്ചുള്ള അവരുടെ ഒരു പണ്ട് നമ്മൾ പ്രാചീന കാലത്ത് നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഒരുമിച്ച് ആ ഒരു സമൂഹം മുഴുവനായിട്ട് ഒരുമിച്ച് പാചകം ചെയ്തു, ഒരുമിച്ച് കൃഷി ചെയ്തു, ഒരുമിച്ച് ജീവിക്കുന്ന സമ്പൽ സമൃദ്ധമായിട്ട് അവർ ജീവിച്ചിട്ടുള്ള കാലം അതാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം, കുട്ടികൾ കളിക്കുന്നു, ചിരിക്കുന്നു, ആ സന്തോഷങ്ങളുടെയും സമാധാനത്തിൻ്റെ ഇടയിലാണ് പോലീസുകാരുടെ ഈ ഒരു ആക്രമണം അന്നുണ്ടായത്. അപ്പം ഇപ്പം CK ജാനു പറഞ്ഞതുപോലെ ഇപ്പം ആദിവാസികൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവർ ഈ നഗര ലോകത്തേക്ക് വരാനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശരീരത്തിനും അത് ഒരു പക്ഷേ സാധിക്കുമെന്ന് തോന്നി. നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ വിഭാഗത്തിനെ പ്രത്യേകം സംരക്ഷിക്കുകയാണ് അവിടുത്തെ ഗവൺമെൻറ് സർക്കാർ ചെയ്യുന്നത്. അങ്ങോട്ടൊന്നും ആൾക്കാരെ കടത്തി വിടത്തില്ല. അവിടെ റെഡ് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ആദിമ നിവാസികളെ അവർക്ക് റിസർവേഷനോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ കൊടുത്തിട്ട് മാത്രം അവരെ ഷോക്ക് ചെയ്ത് കൂട്ടിനകത്തിട്ട് സിംഹത്തിനെയും പുലിയെ കാണിക്കുന്ന പോലെ കാണിക്കുകയാണ് ചെയ്യുന്നത്. മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നില്ല. അവരോട് അനീതിയാണ് ചെയ്യുന്നത്. സംവരണമില്ല, അങ്ങനെയുള്ള ആദരാവകാശങ്ങളും അവർക്ക് കൊടുത്തിട്ടില്ല. റെഡ് ഇന്ത്യൻസ് കാഴ്ച വസ്തുക്കളായിട്ട് മൃഗശാലയിലും ഒക്കെ വെക്കുന്ന വെച്ചിരിക്കുകയാണ്. അമേരിക്ക അനീതിയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ വി ഹാവ് എ ഡ്രീം എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ചില രാജ്യങ്ങളിൽ അങ്ങോട്ടേക്ക് ഈ പുറത്തുനിന്നുള്ളവരെ അങ്ങോട്ടേക്ക് കടക്കാൻ അനുവദിക്കത്തില്ല. ചില രാജ്യങ്ങൾ അവരെ സംരക്ഷിക്കുന്നുണ്ട്. കാരണം ഈ നമ്മളുടെ ഇൻഫെക്ഷൻസ് പുറത്ത് നഗരങ്ങളിൽ താമസിക്കുന്ന നമുക്കുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ്, വൈറസ് പോലുള്ള നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ, അത് ഒരു പക്ഷെ അവർക്ക് താങ്ങാൻ സാധിച്ചെന്ന് വരത്തില്ല. അതുപോലെ തന്നെ അവരിൽ നിന്ന് നമുക്കും ചിലപ്പോൾ ചിലത് കിട്ടും. അതുകൊണ്ട് ഈ സമ്പർക്കം ഒഴിവാക്കിയിട്ടുള്ള പല രാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവർ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും പക്ഷെ അവർക്ക് കൊടുക്കേണ്ടുന്ന, അവർക്ക് കൃഷിയാണ് ആഗ്രഹം, അവർക്ക് കൊടുക്കേണ്ടുന്ന ഭൂമി കൊടുത്ത് അല്ലെങ്കിൽ അതിന് അവരെ ഈ മുൻനിരയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ എന്താ പറയുക അവരെ ആ ഒരു വിഭാഗത്തെ പോലും കൊണ്ട് ഉയർത്തിക്കൊണ്ട് വരേണ്ടുന്ന ഒരു ബാധ്യത നമ്മൾ എല്ലാ സർക്കാരിനും ഗവൺമെന്റിനും ഉണ്ട്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള മുത്തങ്ങ സമരം കഴിഞ്ഞു, അന്ന് കോൺഗ്രസിന്റെ കാലമായിരുന്നു, അന്ന് പ്രതിപക്ഷം ഉണ്ടായിരുന്നു. പ്രതിപക്ഷവും വായനക്കിയില്ല, പ്രതിപക്ഷം ഈ നരിവട്ടൽ വായനക്കിയില്ല. പക്ഷേ ഇന്നിപ്പോ 10 വർഷം കഴിയുന്നു, നമ്മുടെ 4ാം വർഷം ആഘോഷിക്കുന്നു. മുത്തങ്ങ എവിടെ, മുത്തങ്ങ സമരം എന്തായി എന്നുള്ളതാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. ആ മുത്തങ്ങ സമരം ഒന്നും ആയില്ല. അവർക്ക് ഒരു ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഊഷരമായ ഭൂമി നൽകി. അവിടെ ഒരു നട്ടാൽ ഒരു പുല്ല് പോലും കിളിക്കാത്ത സ്ഥലത്താണ്. ഇവിടെ വെള്ളമില്ല, അങ്ങനെയുള്ള സൗകര്യങ്ങൾ, ഊഷരമായ ഭൂമി, കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഭൂമി കൊടുത്തിട്ട് ഇങ്ങനെ കേരളത്തെ സ്വയം പര്യാപ്തമാക്കും. അങ്ങനെ കൊടുത്തു എന്ന് വരുത്തി അതങ്ങ് തീരുകയാണ് ചെയ്തത്. അല്ലല്ലേ, മുത്തങ്ങ സമരത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് വന്നു CK ജാനുവും അതുപോലുള്ള ആദിമ നിവാസികളും എല്ലാം കൂടി, ആദിമ ജനങ്ങളെല്ലാം കൂടി അവിടെ വന്നു. അവർ വന്നിട്ട് അവിടെ കുടിൽ കെട്ടി അവിടെ അങ്ങ് ജീവിച്ചു, താമസിച്ചപ്പോൾ AK ആൻ്റണിയും മറ്റും പറഞ്ഞത്, അതിനെപ്പറ്റി പ്രതികരിച്ചത്, ആ സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള പ്രദേശം വൃത്തികേടാക്കുന്നു എന്നുള്ളതാണ്. വൃത്തികേടാക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല, അത് ടോയ്ലറ്റായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ നഗരത്തിൻ്റെ ആ സൗന്ദര്യവൽകൃതമായിട്ടുള്ള മുഖം നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു പരാതി. അതുപോലെ CPM ഇപ്പോൾ ഘോരം പിന്നാക്കക്കാർക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും അധസ്ഥർക്ക് വേണ്ടിയും ഒക്കെ ഉള്ള ഗവൺമെൻറ്റാണ്, പാവങ്ങളുടെ ഗവൺമെൻറ്റാണെന്ന് പറയുമെങ്കിലും ഇക്കാര്യത്തിലൊരു വലിയ ഒരു താല്പര്യമൊന്നും CPM കാണിച്ചിട്ടില്ലെന്ന്. കാരണം ഗോത്രവർഗ്ഗക്കാരുടെ അല്ലേ, വലിയ വോട്ട് ബാങ്ക് ഉള്ളവരല്ലല്ലോ, വോട്ട് ഷെയർ ഉള്ളല്ലോ. അവസാനം രക്ഷയില്ലാതെ CK ജാനു BJPയിലേക്ക് പോവുകയും അതിന് MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ചെയ്തത്. BJP ആണ് കൂടുതൽ ഈ ആദിവാസികൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇപ്പോൾ ഏകലവ്യ സ്കൂൾസ്, വനവാസി നിയമം, ഇങ്ങനെയുള്ള നിയമങ്ങളിലൂടെ ഇന്ത്യയിലെ മറ്റെല്ലാ ഭാഗത്തും, കേരളത്തിലെ സ്ഥിതിയല്ല ഞാൻ പറയുന്നത്, ആദിവാസികളുടെ നില ഛത്തീസ്ഗഡ് ഉൾപ്പെടെ, അതുകൊണ്ടാണ് ഈ നക്സലൈറ്റുകളെ ഇപ്പോൾ അവർക്ക് കൊല്ലാൻ കഴിയുന്നത്.
അതുപോലെയുള്ള മേഖലകളിൽ BJPയുടെ നേതൃത്വത്തിൽ ആദിവാസികൾക്ക് വേണ്ടി പ്രത്യേക സ്കീംസ്, സ്കൂളുകൾ, അങ്ങനെയുള്ള പദ്ധതികളൊക്കെ വന്ന് അവരെ പരിഷ്കൃത ലോകത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിലൊക്കെ തമാശ എന്ന് പറയുന്ന ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന മോദിയെക്കുറിച്ച് മോദി എന്ന് പറഞ്ഞിട്ട് തെറി വിളിക്കുന്ന പോലെ മോദിയെ വിളിച്ചുകൊണ്ട് രാജ്യദ്രോഹി, ദേശദ്രോഹി എന്നും പറഞ്ഞ് നേരത്തെ പണ്ടാണ്, ഇപ്പോഴല്ല, അദ്ദേഹം ഒരു പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ആ മോദി, ആ ആൾ തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഭരിച്ചിരുന്ന എല്ലാ ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടും BJP ഒരിക്കലും ഭരിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെ വന്നത് നല്ല കാര്യം തന്നെ. ആ ഓർമ്മപ്പെടുത്തൽ ഈ അവസരത്തിൽ വളരെ പ്രസക്തവും ആണ്. അതെ, വേടന്റെ അവസാന വരി തന്നെ കുരുതിക്ക് കൂട്ടുനിന്നവർ ആരൊക്കെ ചോദ്യം ആ വിരൽ ചൂണ്ടണം. എന്തായാലും ആവിഷ്കാര BJP ഇല്ല, അല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്നുള്ള വിഭാഗമാണല്ലോ ഇപ്പൊ ഇടതും വലതും പക്ഷത്തിൽ. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇങ്ങനെ തന്നെ നടക്കട്ടെ അല്ലേ? ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ വരട്ടെ. അപ്പൊ ഇതാണ് പുതിയ പാട്ട്. പഴയ മോദിയെ തള്ളി പറഞ്ഞത് പഴയ പാട്ട്. ഇപ്പോൾ തള്ളി പറയുന്നത് കേരളം ഭരിച്ച പാർട്ടികളെ എല്ലാം കൂടിയാണ്. നമ്മൾ മറക്കണ്ട.